ഡീപ് ഡൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷമുള്ള, അതായത് ആ ആദ്യത്തെ 730 ദിവസങ്ങളുണ്ടല്ലോ, 0 മുതൽ 2 വയസ്സ് വരെയുള്ള സമയം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു അത്ഭുതത്തിന്റെ കാലമാണത്. ശരിയാണ്. വളരെ നിർണായകമായ ഒരു ഘട്ടം തന്നെയാണത്. അതെ, കാരണം വെറും ഒരു 3-4 കിലോ ഭാരത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് ഈ 2 വയസ്സാകുമ്പോഴേക്കും അവരുടെ ശരീരഭാരം ഏകദേശം 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നുണ്ട്. തലച്ചോറിന്റെ വലിപ്പം തന്നെ ഇരട്ടിയാകുന്നു. അതെ, ഓരോ സെക്കൻഡിലും ദശലക്ഷക്കണക്കിന് പുതിയ കോശങ്ങളാണ് ആ ചെറിയ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഈ ഒരു അതിവേഗത്തിലുള്ള നിർമ്മാണ പ്രക്രിയയ്ക്ക് നമ്മൾ എപ്പോഴും പ്രാധാന്യം നൽകുന്നത് കാൽഷ്യത്തിനും ഇരുമ്പിനുമൊക്കെയാണ്. അതായത് എല്ലുകൾക്ക് കാൽഷ്യം വേണം, രക്തത്തിന് ഇരുമ്പ് വേണം എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. തീർച്ചയായും അത് രണ്ടും വളരെ പ്രധാനപ്പെട്ടവ തന്നെയാണ്. എന്നാൽ ഈ പോഷവിഭജനത്തിനും തലച്ചോറിന്റെ വളർച്ചയ്ക്കും പിന്നെ പ്രതിരോധ ശേഷിക്കും അടിസ്ഥാനപരമായി വേണ്ട തികച്ചും അദൃശ്യനായ ഒരു ജൈവ ഘടകമുണ്ട്. അതാണ് സിങ്ക്. കാൽഷ്യത്തിന്റെയും വിറ്റമിനുകളുടെയും ഒക്കെ ബഹളങ്ങൾക്കിടയിൽ നമ്മൾ പലപ്പോഴും ഈ സിങ്കിനെ തീർത്തും മറന്നുപോകുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു അബദ്ധമാണത്. അതെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഡീപ് ഡൈവിൽ ആദ്യത്തെ 730 ദിവസങ്ങളിൽ സിങ്ക് എന്ന ഈ സൂപ്പർ ഹീറോ ശരീരത്തിൽ കൃത്യമായി എന്താണ് ചെയ്യുന്നതെന്നും അത് കുറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന തകർച്ചകൾ എന്തെല്ലാമാണെന്നും നമ്മൾ വളരെ വിശദമായി പരിശോധിക്കാൻ പോവാണ്. നല്ലൊരു വിഷയമാണിത്. ഈ ആദ്യത്തെ 2 വർഷങ്ങളിൽ കോശവിഭജനം, അതായത് പുതിയ കോശങ്ങളുണ്ടാകുന്ന പ്രക്രിയ, വെറുമൊരു എണ്ണത്തിന്റെ മാത്രം കാര്യമല്ല. ശരീരത്തിലെ ഓരോ കോശവും വിഭജിക്കുമ്പോൾ അതിലെ DNA കൃത്യമായി പകർത്തിയെഴുതപ്പെടണം. ആ DNA കോപ്പി ചെയ്യപ്പെടണം. അതെ, ഈ DNA പകർത്തിയെഴുതുന്ന രാസപ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുന്നത് സിങ്ക് അടങ്ങിയ എൻസൈമുകളാണ്. മനുഷ്യ ശരീരത്തിലെ 300-ലധികം എൻസൈമുകളുടെ പ്രവർത്തനത്തിനും ഈ സിങ്ക് നിർബന്ധമാണ്. 300-ലധികമോ? ഓഹോ. അതെ, അതായത് ഒന്ന് ലളിതമാക്കി പറഞ്ഞാൽ, കാൽസ്യം ഒരു കെട്ടിടത്തിന്റെ ഇഷ്ടികയാണെങ്കിൽ സിങ്ക് എന്നത് ആ കെട്ടിടം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് കീ ആണ്. അതൊരു കിടിലൻ ഉപമയാണല്ലോ. അപ്പൊ സിങ്ക് ഒരു പ്രോജക്ട് മാനേജറെ പോലെയാണല്ലേ? കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. ആ സ്റ്റാർട്ടിംഗ് കീ ഇല്ലെങ്കിൽ നിർമ്മാണം അവിടെ നിലയ്ക്കും. പ്രത്യേകിച്ച് അതിവേഗം വളരുന്ന ഒരു കുഞ്ഞിന്റെ മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിലും സിങ്ക് നിർണായകമാണ്. അപ്പോ നമ്മൾ ഈ പറയുന്ന വിറ്റാമിനുകൾക്കും പ്രോട്ടീനുകൾക്കും സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അവ പ്രവർത്തിക്കണമെങ്കിൽ സിങ്ക് എന്ന ഈ സ്റ്റാർട്ടിംഗ് കീ തിരിക്കണം, അല്ലേ? അത് വളരെ വലിയൊരു തിരിച്ചറിവാണ്. തീർച്ചയായും. കാരണം സാധാരണയായി കുട്ടികൾക്കിടയ്ക്കിടെ അസുഖം വരുമ്പോൾ നമ്മൾ വിറ്റാമിൻ സി അല്ലെങ്കിൽ മറ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററുകളെക്കുറിച്ചൊക്കെയാണല്ലോ ചിന്തിക്കുന്നത്. പക്ഷേ താങ്കൾ പറയുന്നത് കേൾക്കുമ്പോൾ പ്രതിരോധ ശേഷിയുടെ കാര്യത്തിലും ഈ സിങ്ക് തന്നെയാണ് അടിസ്ഥാനമെന്ന് തോന്നുന്നു. അതെ, പ്രതിരോധശേഷി എന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പോലെ പുറത്തുനിന്ന് വരുന്ന അണുക്കളെ കാത്തിരുന്ന് ആക്രമിക്കുന്ന വെറുമൊരു പടയാളിയല്ല. പിന്നെന്താണ്? അത് നിരന്തരം കോശങ്ങളെ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സംവിധാനമാണ്. ഉദാഹരണത്തിന് നമ്മുടെ ശ്വാസകോശത്തിലെയും കുടലിലെയുമൊക്കെ ആവരണങ്ങൾ. ഈ കോശങ്ങൾ വളരെ വേഗത്തിൽ നശിച്ചുപോവുകയും അവിടെ പുതിയവ രൂപപ്പെടുകയും ചെയ്യും. ശരി. അപ്പോ ഈ കോശങ്ങൾ നിരന്തരം നിർമ്മിക്കപ്പെടണമെങ്കിൽ ആ DNA സിന്തസിസ് അതിവേഗം നടക്കണം. അതിന് സിങ്ക് കൂടിയേ തീരും. കുട്ടികളിലെ പ്രതിരോധശേഷിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്നത് വയറിളക്കവും ശ്വാസകോശ അണുബാധകളുമാണ്. അതെ, ചെറിയ കുട്ടികളിൽ വയറിളക്കം വളരെ സാധാരണമാണ്. ഒരു കുഞ്ഞിന് വയറിളക്കമുണ്ടാകുമ്പോൾ അവിടെ ശരിക്കും സംഭവിക്കുന്നത് കുടലിന്റെ ഉൾഭാഗത്തെ കോശങ്ങൾ നശിച്ചുപോകുകയാണ്. ഈ കോശങ്ങളെ അതിവേഗം പുനർനിർമ്മിക്കാൻ ശരീരത്തിന് അടിയന്തരമായി സിങ്ക് ആവശ്യമായി വരും. ഒരു മിനിറ്റ്, അപ്പോൾ വയറിളക്കം വരുമ്പോൾ കുടലിലെ കോശങ്ങൾ തന്നെ നഷ്ടപ്പെടുന്നുണ്ടോ? അതെ, തീർച്ചയായും. സാധാരണയായി നമ്മൾ ചിന്തിക്കുന്നത് വയറിളക്കം വഴി ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ORS കൊടുക്കണം എന്ന് മാത്രമാണല്ലോ. പക്ഷെ താങ്കൾ പറയുന്നത് കേട്ടാൽ വെറും വെള്ളം മാത്രം കൊടുത്താൽ പോരാ, തകർന്നു വീണ കുടലിന്റെ ഭിത്തികൾ വീണ്ടും പണിയാനുള്ള അസംസ്കൃത വസ്തുവായ സിങ്ക് കൂടി നൽകണം എന്നാണ്. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ജലാംശം നിലനിർത്താൻ ORS അത്യാവശ്യമാണതിൽ സംശയമില്ല. എന്നാൽ ആ അണുബാധയെ മറികടക്കാനും കുടലിന്റെ ഭിത്തിയിലെ എൻറ്ററോസൈറ്റ് കോശങ്ങളെ പുതുക്കിപ്പണിയാനും സിങ്ക് ഇല്ലാതെ സാധിക്കില്ല. ഓ, എൻറ്ററോസൈറ്റ് കോശങ്ങൾ. അതെ, ലോകാരോഗ്യ സംഘടന തന്നെ 0 മുതൽ 2 വയസ്സുവരെയുള്ള കുട്ടികളിലെ വയറിളക്കത്തിന് ORSനൊപ്പം സിങ്ക് കൂടി നിർബന്ധമായും നൽകണം എന്ന് പറയുന്നതിന്റെ ശാസ്ത്രീയ കാരണം അതാണ്.
അത് ശരി. ഇത് വയറിളക്കം പെട്ടെന്ന് മാറാൻ മാത്രമല്ല സഹായിക്കുന്നത്. അടുത്ത കുറച്ചു മാസങ്ങളിലേക്ക് വീണ്ടും ഇത്തരം അണുബാധകൾ വരാതിരിക്കാനുള്ള പ്രതിരോധം കൂടിയത് ഉറപ്പാക്കുന്നുണ്ട്. കാരണം പുതിയതായി നിർമ്മിക്കപ്പെടുന്ന കോശങ്ങൾ കൂടുതൽ കരുത്തുള്ളവയായിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഈ കോശങ്ങൾ പുതുക്കി പണിയുന്ന പ്രക്രിയ കുടലിൽ മാത്രമല്ലല്ലോ നടക്കുന്നത്. ചർമ്മത്തിന്റെ കാര്യത്തിലും ഇത് ബാധകമല്ലേ? തീർച്ചയായും ബാധകമാണ്. കാരണം 2 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ വളരെ സാധാരണമായി കാണുന്ന ഒന്നാണ് ഡൈപ്പർ റാഷുകളും വായയ്ക്ക് ചുറ്റുമുള്ള പുണ്ണുകളുമൊക്കെ. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നനഞ്ഞ ഡൈപ്പർ വെച്ചതുകൊണ്ടുണ്ടാകുന്ന വെറുമൊരു അലർജിയാണെന്നാണ്. അങ്ങനെയാണ് പലരും കരുതുന്നത്. അതെ, പക്ഷെ സിങ്ക് കുറയുമ്പോൾ മുറിവുകൾ ഉണങ്ങാനുള്ള ശരീരത്തിന്റെ കഴിവ് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇത്തരം റാഷുകൾ വേഗത്തിൽ ഭേദമാകാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലേ? അതെ, ഡൈപ്പർ ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രം റാഷുകൾ വരുന്നില്ല. ചർമ്മം എന്നത് നിരന്തരം ഉരഞ്ഞുപോകുകയും പുതിയ കോശങ്ങൾ വരികയും ചെയ്യുന്ന ഒരു അവയവമാണ്. ഡൈപ്പർ ഉപയോഗിക്കുന്ന ഭാഗത്ത് സ്വാഭാവികമായും ഈ ഉരച്ചിൽ വളരെ കൂടുതലായിരിക്കും. ശരിയാണ്. അപ്പോ അവിടെ പുതിയ കോശങ്ങൾ അതിവേഗം രൂപപ്പെടണം. എന്നാൽ ശരീരത്തിൽ സിങ്കിന്റെ അളവ് കുറവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ DNA നിർമ്മാണം മന്ദഗതിയിലാകും. അതായത് പഴയ കോശങ്ങൾ നശിക്കുന്ന വേഗതയിൽ പുതിയവ ഉണ്ടാകില്ല. അതാണ് പ്രശ്നം. അതെ, അതാണ് തൊലി പൊട്ടിപ്പുണ്ണാങ്ങാനും അത് കരിയാൻ ആഴ്ചകളോളം സമയമെടുക്കാനും പ്രധാന കാരണം. വായിലും കണ്ണുകൾക്ക് ചുറ്റുമുണ്ടാകുന്ന പാടുകളും സമാനമായ കോശനാശത്തിന്റെ ഫലമാണ്. ഈ പറയുന്നതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ശരീരത്തിൽ സിങ്ക് കുറയുമ്പോൾ അത് വെറുമൊരു ക്ഷീണമായിട്ടല്ല പുറത്തുവരുന്നത്, മറിച്ച് ശരീരത്തിന്റെ നിർമ്മാണ പ്രക്രിയകൾ പരാജയപ്പെടുന്നതിന്റെ ലക്ഷണങ്ങളാണ്. അതെ, കൃത്യമായി പറഞ്ഞാൽ അതൊരു പരാജയമാണ്. മുറിവുണങ്ങാത്തതും ഇടയ്ക്കിടെ അസുഖങ്ങൾ വരുന്നതുമൊക്കെ ഈ പരാജയത്തിന്റെ സൂചനകളാണ്. പക്ഷേ ഇതിലെല്ലാം ഉപരിയായി ഒരു കുഞ്ഞിന് സിങ്ക് കുറവാണെന്ന് കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം വിശപ്പില്ലായ്മയാണെന്ന് കേൾക്കുന്നു. അതെന്താണങ്ങനെ? കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്നത് ഒരു സാധാരണ കാര്യമല്ലേ? ഇതിൽ സിങ്കിന് എന്ത് പങ്കാണുള്ളത്? ഭക്ഷണം കഴിക്കാനുള്ള മടി എല്ലാ കുട്ടികളിലും കാണാം. അത് പലപ്പോഴും അവരുടെ താൽപ്പര്യക്കുറവുകൊണ്ടാകാം. പക്ഷേ സിങ്ക് കുറയുമ്പോഴുണ്ടാകുന്ന വിശപ്പില്ലായ്മയുണ്ടല്ലോ, അത് പൂർണ്ണമായും ഒരു ജൈവപരമായ പ്രശ്നമാണ്. അതെങ്ങനെയാണ്? നമ്മുടെ നാക്കിലെ രുചിമുകുളങ്ങൾ, അതായത് ടേസ്റ്റ് ബഡ്സ്, കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ ഗസ്റ്റിൻ എന്നൊരു പ്രോട്ടീൻ ആവശ്യമാണ്. ഈ ഗസ്റ്റിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സിങ്കിന്റെ സഹായത്തോടെയാണ്. ഗസ്റ്റിൻ. അതെ, ശരീരത്തിൽ സിങ്ക് ഇല്ലാതാകുമ്പോൾ ഈ പ്രോട്ടീനിന്റെ ഉൽപ്പാദനം നിൽക്കുകയും കുട്ടിക്ക് ഭക്ഷണത്തിന്റെ രുചിയും മണവും തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യും. ഒന്ന് ആലോചിച്ചു നോക്കൂ, രുചിയില്ലാത്തൊരു സാധനം കഴിക്കാൻ ആർക്കും താൽപ്പര്യമുണ്ടാകില്ലല്ലോ. അത് സ്വാഭാവികമായും കുട്ടി ഭക്ഷണം കഴിക്കുന്നതിന്റെ അളവ് കുറയ്ക്കും. അതൊരു വലിയ അറിവാണ്. അതായത് കുട്ടി ഭക്ഷണം കണ്ട് മുഖം തിരിക്കുന്നത് വാശികൊണ്ടല്ല, മറിച്ച് അവർക്ക് ആ ഭക്ഷണത്തിന് യാതൊരു രുചിയും അനുഭവപ്പെടുന്നില്ല എന്നതുകൊണ്ടാകാം. അതെ, അവർക്ക് ശരിക്കും രുചി അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ കുട്ടികളെ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ ശ്രമിക്കുന്നതിനു പകരം അവരുടെ രുചിമുകുളങ്ങൾ പ്രവർത്തിക്കാത്തത് സിങ്ക് കുറവുകൊണ്ടാണോ എന്ന് ചിന്തിക്കണം. എന്തായാലും ഈ വിശപ്പില്ലായ്മ സ്വാഭാവികമായും കുട്ടിയുടെ ഭാരത്തെയും ഉയരത്തെയും ബാധിക്കുമല്ലോ. തീർച്ചയായും. പ്രായത്തിനനുസരിച്ചുള്ള ഭാരവും ഉയരവും ഇല്ലാതിരിക്കുന്നത് സിങ്ക് കുറവിന്റെ ഏറ്റവും വലിയ അപകടസൂചനയാണ്. ജനിച്ച ആദ്യത്തെ ആ 730 ദിവസങ്ങളിൽ കുട്ടിക്ക് ലഭിക്കേണ്ട പോഷകങ്ങൾ ലഭിച്ചില്ലെങ്കിൽ അതവരുടെ ഭാവിയിലെ ബൗദ്ധികവും ശാരീരികവുമായ വളർച്ചയെ സ്ഥിരമായി പിന്നോട്ടടിക്കും. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതിനർത്ഥം ഒരു സാധാരണ പനിയോ ഡയപ്പർ റാഷോ കണ്ടാലുടൻ സിങ്ക് കുറവാണെന്ന് ഭയപ്പെടണമെന്നല്ല കേട്ടോ. മറിച്ച് മാറാത്ത പുണ്ണുകൾ, ഇടയ്ക്കിടെയുള്ള അസുഖങ്ങൾ, ഒപ്പം തീരെ വിശപ്പില്ലായ്മ, ശരീരഭാരം കൂടാതിരിക്കുക എന്നീ ലക്ഷണങ്ങൾ ഒരുമിച്ച് കാണുകയാണെങ്കിൽ അവിടെ പ്രതിരോധവും കോശവിഭജനവും താളം തെറ്റിയിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ഇതൊരു പാറ്റേണാണ്. അതെ, ആ പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കണം. ഈ പാറ്റേൺ മനസ്സിലാക്കിയ ഒരു രക്ഷിതാവ് അടുത്തതായി ചിന്തിക്കുന്നത് ഈ സിങ്ക് എങ്ങനെ കുഞ്ഞിന്റെ ശരീരത്തിൽ എത്തിക്കാം എന്നതായിരിക്കുമല്ലോ. 0 മുതൽ 2 വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ ആദ്യത്തെ 6 മാസം കുഞ്ഞു പൂർണ്ണമായും മുലപ്പാലിലോ ഫോമുലയിലോ ആയിരിക്കും. അതെ, അതിൽ ആവശ്യത്തിന് സിങ്ക് അടങ്ങിയിട്ടുണ്ട് എന്ന് കരുതാം. എന്നാൽ 6 മാസം കഴിഞ്ഞു കുറുക്കുകളൊക്കെ കൊടുത്തു തുടങ്ങുന്ന സമയത്താണല്ലോ യഥാർത്ഥ വെല്ലുവിളി വരുന്നത്. ഭക്ഷണത്തിൽ നിന്ന്
സിങ്ക് ലഭിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കുന്ന സസ്യജന്യ ഭക്ഷണങ്ങളിൽ നിന്ന്. അവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? 6 മാസം കഴിഞ്ഞുള്ള ആ ഘട്ടത്തെ നമ്മൾ വീനിങ് എന്നാണ് വിളിക്കുന്നത്. ഈ സമയത്ത് കുഞ്ഞിന്റെ ശരീരത്തിന് വേണ്ട സിങ്കിന്റെ അളവ് വളരെ കൂടുതലാണ്. മൃഗജന്യ ഭക്ഷണങ്ങളിൽ നിന്ന്, അതായത് നന്നായി വേവിച്ചുടച്ച ഇറച്ചി, കോഴിയിറച്ചി, മുട്ടയുടെ മഞ്ഞ, മത്സ്യം എന്നിവയിൽ നിന്നുള്ള സിങ്ക് ശരീരത്തിന് നേരിട്ട് ആഗിരണം ചെയ്യാൻ കഴിയും. കൃത്യമായി നൽകുന്നത് ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളുമാണ്. റാഗിക്കുറുക്ക്, ഓട്സ്, ചെറുപയർ എന്നിവയൊക്കെയാണ് നമ്മൾ സാധാരണ നൽകുന്നത്. ഈ സസ്യജന്യ ഭക്ഷണങ്ങളിൽ സിങ്ക് ധാരാളമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഫൈറ്റേറ്റുകൾ എന്ന ചില സംയുക്തങ്ങളുമുണ്ട്. ഈ ഫൈറ്റേറ്റുകളെപ്പറ്റി ഞാൻ വായിച്ചിരുന്നു. ഈ ഫൈറ്റേറ്റുകൾ സിങ്കിനെ ശരീരത്തിലേക്ക് കടത്തിവിടാതെ പിടിച്ചുവെക്കുന്ന വിലങ്ങുകൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ വിലങ്ങുകൾ തന്നെ. അതായത് നമ്മൾ കുഞ്ഞിന് വളരെ ആരോഗ്യകരമാണെന്ന് കരുതി റാഗിയോ ചെറുപയറോ കൊടുക്കുന്നു. അതിൽ സിങ്ക് ഉണ്ടുതാനും. പക്ഷേ ഈ ഫൈറ്റേറ്റുകളെന്ന വിലങ്ങുകൾ സിങ്കിനെ വരിഞ്ഞുമുറുക്കിയിരിക്കുന്നതുകൊണ്ട് കുഞ്ഞിന്റെ ദഹനവ്യവസ്ഥയ്ക്ക് ആ സിങ്കിനെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. അത് വെറുതെ ശരീരത്തിൽ നിന്ന് പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. ഈ വിലങ്ങുകൾ പൊട്ടിക്കുക എന്നത് വലിയൊരു ടാസ്ക് അല്ലേ? അവിടെയാണ് നമ്മുടെ പരമ്പരാഗതമായ തയ്യാറെടുപ്പുകൾക്ക് ശാസ്ത്രീയമായ വിശദീകരണം വരുന്നത്. ഈ ഫൈറ്റേറ്റുകൾ എന്ന വിലങ്ങുകളെ തകർക്കാൻ ഫൈറ്റേസ് എന്നൊരു എൻസൈം ആവശ്യമാണ്. നമ്മൾ പയറുവർഗ്ഗങ്ങളോ ധാന്യങ്ങളോ പാകം ചെയ്യുന്നതിനു മുൻപ് രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്തു വയ്ക്കുമ്പോൾ, സോക്കിംഗ്. അതെ, കുതിർത്തു വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അവ മുളപ്പിക്കുമ്പോൾ അതിനുള്ളിൽ ഈ ഫൈറ്റേസ് എൻസൈം സജീവമാകുന്നു. ഈ എൻസൈം ഫൈറ്റേറ്റുകളെ വിഘടിപ്പിക്കുകയും സിങ്കിനെ ആ വിലങ്ങുകളിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യുന്നു. കുതിർക്കാത്ത ധാന്യങ്ങൾ പൊടിച്ച് കുറുക്കിക്കൊടുത്താൽ അതിലെ സിങ്ക് ശരീരത്തിന് ഒട്ടും ലഭിക്കില്ല. ഇതിനർത്ഥം കുതിർത്തുവയ്ക്കുക എന്നത് വെറുതെ വേവാൻ എളുപ്പത്തിനു വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല, മറിച്ച് ഒരു രാസപ്രവർത്തനത്തിന് തുടക്കം കുറിക്കലാണ്. നമ്മൾ ആ വിലങ്ങുകൾ അഴിച്ചുമാറ്റി സിങ്കിനെ സ്വതന്ത്രമാക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും. ഇതിനൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു. ഈ സസ്യജന്യ ഭക്ഷണങ്ങൾക്കൊപ്പം അല്പം വിറ്റമിൻ സി കൂടി ഉൾപ്പെടുത്തിയാല് സിങ്കിന്റെ ആഗിരണം വളരെ വേഗത്തിലാകും എന്ന് പറയുന്നുണ്ട്. അതായത് പയറ് വേവിച്ചതിനു ശേഷം അല്പം നാരങ്ങാനീർ ഒഴിക്കുന്നത് പോലെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് കൂടുതൽ സിങ്ക് എത്താൻ സഹായിക്കുമല്ലേ? അതെ, വിറ്റമിൻ സി സിങ്കുമായി ചേർന്ന് കൂടുതൽ എളുപ്പത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്ന ഒരു ഘടന രൂപപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇരുമ്പിന്റെയും സിങ്കിന്റെയും കാര്യത്തിൽ വിറ്റമിൻ സി ഒരു മികച്ച സഹായിയാണ്. നല്ലൊരു ഐഡിയ ആണത്. എന്നാൽ ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴും പലപ്പോഴും രക്ഷിതാക്കൾ അറിയാതെ ചെയ്യുന്ന ചില അബദ്ധങ്ങളുണ്ട്. എന്നാണത്? കുട്ടികൾക്ക് വിശപ്പില്ല എന്ന് കാണുമ്പോൾ എങ്ങനെയെങ്കിലും അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ നൽകുക എന്ന ഉദ്ദേശത്തോടെ മധുരം കൂടുതലുള്ള സ്നാക്സുകളോ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളോ നൽകും. ഇത് അവരുടെ ആ ചെറിയ ആമാശയം നിറയ്ക്കുമെങ്കിലും അതിൽ നിന്ന് യാതൊരു പോഷകവും ലഭിക്കില്ല. എംപ്റ്റി കാലറീസ്. അതെ, ഇതിനെ നമ്മൾ എംപ്റ്റി കാലറീസ് എന്നാണ് വിളിക്കുന്നത്. ഈ ശീലം യഥാർത്ഥത്തിൽ സിങ്ക് അടങ്ങിയ പോഷകാഹാരം കഴിക്കുന്നതിൽ നിന്ന് അവരെ തടയുകയാണ് ചെയ്യുന്നത്. വിശപ്പില്ലായ്മ മാറാൻ ഇതൊട്ടും സഹായിക്കില്ല. ഈ ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ 0 മുതൽ 2 വയസ്സുവരെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും അപകടകരമായ മറ്റൊരു ശീലം കൂടി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അണ്ടിപ്പരിപ്പുകൾ, അതായത് നട്ട്സ്, സിങ്കിന്റെ മികച്ച ഉറവിടങ്ങളാണല്ലോ. അതെ, ധാരാളം സിങ്ക് ഉണ്ടവയിൽ. ബദാം, കശുവണ്ടി, മത്തങ്ങാക്കുരു എന്നിവയിലൊക്കെ നല്ല പോലെ സിങ്ക് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇവ നേരിട്ട് നൽകാൻ പാടില്ല. പോഷണം നൽകാനാണെങ്കിലും 2 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ ഒരു ബദാം കൊടുക്കുന്നത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാകാൻ സാധ്യതയുണ്ടല്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ്. 5 വയസ്സിന് താഴെയുള്ള, പ്രത്യേകിച്ച് 0 മുതൽ 2 വയസ്സുവരെയുള്ള കുട്ടികളുടെ ശ്വാസനാളം വളരെ ഇടുങ്ങിയതാണ്. ശരിയാണ്. മാത്രമല്ല, ഇത്തരം കട്ടിയുള്ള അണ്ടിപ്പരിപ്പുകൾ കൃത്യമായി ചവച്ചരച്ച് വിഴുങ്ങാനുള്ള പേശികളുടെ നിയന്ത്രണമോ പല്ലുകളോ അവർക്ക് പൂർണ്ണമായി വികസിച്ചിട്ടുണ്ടാവില്ല. ഒരു ചെറിയ ശ്രദ്ധക്കുറവ് മതി ഇത് അന്നനാളത്തിനു പകരം ശ്വാസനാളത്തിലേക്ക് പോകാൻ. അയ്യോ, അത് വലിയ അപകടമാണല്ലോ. അതെ, ഇത് ഗുരുതരമായ ചോക്കിംഗ്, അതായത് തൊണ്ടയിൽ കുടുങ്ങുന്ന അവസ്ഥയിലേക്ക് നയിക്കും. അതുകൊണ്ട്
സിങ്ക് ലഭിക്കാൻ വേണ്ടി അണ്ടിപ്പരിപ്പുകളോ വിത്തുകളോ നൽകുമ്പോൾ അവ നന്നായി കുതിർത്ത് അരച്ച് പേസ്റ്റ് രൂപത്തിലോ അല്ലെങ്കിൽ വളരെ നേർത്ത പൊടിയായി കുറുക്കിൽ കലർത്തിയോ മാത്രമേ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നൽകാവൂ. പോഷകങ്ങൾ ശരീരത്തിൽ എത്തുന്നതിനേക്കാൾ പ്രധാനം കുഞ്ഞിന്റെ സുരക്ഷ തന്നെയാണ്. ഇനി നമ്മൾ നേരത്തെ സംസാരിച്ച ആ അസുഖമുള്ള സമയങ്ങളിലേക്ക് ഒന്ന് തിരികെ വരാം. വയറിളക്കം പോലെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ കോശങ്ങൾ പുനർനിർമ്മിക്കാൻ സിങ്ക് സപ്ലിമെന്റുകൾ നൽകണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതെ, പറഞ്ഞിരുന്നു. പലപ്പോഴും രക്ഷിതാക്കൾ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് സ്വന്തമായി സിങ്ക് സിറപ്പുകളോ ഡ്രോപ്സുകളോ വാങ്ങി നൽകുന്ന പ്രവണതയുണ്ട്. ഇത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യില്ലേ? കാരണം ശരീരത്തിൽ സിങ്ക് കൂടിയാലും അത് പ്രശ്നമാണല്ലോ. സ്വന്തമായി സിങ്ക് സപ്ലിമെന്റുകൾ നൽകുന്നത് വലിയ അപകടമാണ്. സിങ്ക് ശരീരത്തിന് അത്യാവശ്യമാണെങ്കിലും അതൊരു പരിധിയിൽ കൂടിയാൽ ശരീരത്തിലെ മറ്റു പോഷകങ്ങളുടെ, പ്രത്യേകിച്ച് ഇരുമ്പിന്റെയും കോപ്പറിന്റെയും ഒക്കെ ആഗിരണത്തെ അത് തടസ്സപ്പെടുത്തും. അപ്പോൾ ഇരുമ്പിന്റെ കുറവുണ്ടാകും. അതെ, അത് പിന്നീട് അനീമിയ പോലെയുള്ള മറ്റ് സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഒരു കുഞ്ഞിന് എത്ര മില്ലിഗ്രാം സിങ്ക് വേണം, അത് എത്ര ദിവസം നൽകണം എന്നത് കുഞ്ഞിന്റെ ഭാരവും അസുഖത്തിന്റെ തീവ്രതയും കണക്കാക്കി ഒരു ശിശുരോഗ വിദഗ്ധം, അതായത് പീഡിയാട്രിഷ്യൻ മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ്. ശരിയാണ്. അസുഖമുള്ള സമയത്ത് ഡോക്ടറുടെ കുറിപ്പടി പ്രകാരം മാത്രം ഡ്രോപ്സുകളോ സിറപ്പുകളോ നൽകുക. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണത്തിലൂടെ തന്നെ സിങ്ക് ഉറപ്പാക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും സുരക്ഷിതം. അപ്പോ ഈ വിശദമായ അന്വേഷണത്തിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഒരൊറ്റ ചിത്രത്തിലേക്ക് കൊണ്ടുവന്നാൽ ആദ്യത്തെ 730 ദിവസങ്ങളിൽ ശരീരത്തിൽ നടക്കുന്ന കോടിക്കണക്കിന് കോശങ്ങളുടെ നിർമ്മാണത്തിനും പ്രതിരോധ വ്യവസ്ഥയുടെ രൂപീകരണത്തിനും സിങ്ക് എന്ന ഈ സ്റ്റാർട്ടിംഗ് കീ ഇല്ലാതെ സാധിക്കില്ല. കൃത്യം. വിശപ്പില്ലായ്മയും വിട്ടുമാറാത്ത അസുഖങ്ങളും വളർച്ചക്കുറവുമൊക്കെ ഈ കീ കാണാതാകുമ്പോൾ ശരീരം കാണിക്കുന്ന അപകട സൂചനകളാണ്. മാംസാഹാരത്തിൽ നിന്ന് വേഗത്തിൽ സിങ്ക് ലഭിക്കുമ്പോൾ സസ്യജന്യ ഭക്ഷണങ്ങളിലെ ഫൈറ്റേറ്റുകൾ എന്ന വിലങ്ങുകൾ പൊട്ടിക്കാൻ നാം അവ നിർബന്ധമായും കുതിർത്ത് ഉപയോഗിക്കേണ്ടതുണ്ട്. അതും ഈ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്കൊരിക്കലും മുഴുവനായുള്ള അണ്ടിപ്പരിപ്പുകൾ നൽകാതെ അരച്ചു മാത്രം നൽകാൻ ശ്രദ്ധിക്കണം. വളരെ കൃത്യമായ ഒരു സംഗ്രഹമാണത്. കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവർക്ക് നൽകുന്ന ഭക്ഷണത്തിന്റെ അളവിനേക്കാൾ അതിലെ സൂക്ഷ്മ പോഷകങ്ങളുടെ ഗുണനിലവാരമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സിങ്ക് ഒരു മൈക്രോന്യൂട്രിയന്റാണ്. അതായത് ശരീരത്തിന് വളരെ ചെറിയ അളവിലേ ഇത് ആവശ്യമുള്ളൂ. എന്നാൽ ആ ചെറിയ അളവ് സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. തീർച്ചയായും. അപ്പോ ഈ ഡീപ് ഡൈവ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ശ്രോതാക്കളായ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പയറുവർഗ്ഗങ്ങളും ധാന്യങ്ങളും രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്തുവെച്ച് പിറ്റേ ദിവസം കറികളുണ്ടാക്കുന്ന നമ്മുടെ ആ പഴയകാല പാചകരീതികളെക്കുറിച്ച് നമ്മളിന്ന് സംസാരിച്ചല്ലോ. നമ്മളിൽ പലരും കരുതിയിരുന്നത് അത് വെറുതെ വേവാൻ എളുപ്പത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ സമയലാഭത്തിനു വേണ്ടിയോ നമ്മുടെ മുത്തശ്ശിമാർ ചെയ്തു പോന്നിരുന്ന വെറും പഴഞ്ചൻ ശീലങ്ങളാണെന്നാണ്. അതെ. എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കി അത് ഫൈറ്റേറ്റുകളെ നശിപ്പിച്ച് സിങ്ക് പോലെയുള്ള മൂലകങ്ങളെ ശരീരത്തിന് ലഭ്യമാക്കാനുള്ള, കുട്ടികളുടെ തലച്ചോറിന്റെ വളർച്ചയെപ്പോലും നേരിട്ട് സ്വാധീനിക്കുന്ന വളരെ അഗാധമായൊരു മോളിക്യുലാർ ബയോളജി ആയിരുന്നു എന്ന്. അങ്ങനെയെങ്കിൽ തലമുറകളായി കൈമാറി വന്ന നമ്മുടെ അടുക്കളകളിലെ ആ പഴയ ശീലങ്ങളിൽ മറ്റെത്രല്ലാം ശാസ്ത്രീയ രഹസ്യങ്ങളായിരിക്കും ഇനിയും നമ്മൾ കണ്ടെത്താനിരിക്കുന്നത്? ആ ഒരു ചിന്തയിൽ ഇന്നത്തെ ഈ യാത്ര ഇവിടെ നിർത്താം. കൂടുതൽ അന്വേഷണങ്ങൾ നിങ്ങൾക്കും തുടരാവുന്നതാണ്. വീണ്ടും കാണാം.